ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരമൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന റീസണിങ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. RRB ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനം നിങ്ങൾ ആരംഭിച്ച് കാണുമല്ലോ. അപ്പോൾ RRB ഗ്രൂപ്പ് ഡി എക്സാം ഡേറ്റിനെ പറ്റിയിട്ട് ചെറിയൊരു റൂമർ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതായത് ജൂണിലായിരിക്കും നമുക്ക് എക്സാം വരുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒഫീഷ്യലി ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ജൂണിലാണ് എക്സാം എന്നുള്ള രീതിക്ക് നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തിക്കോളൂ. നിങ്ങൾ പഠിക്കാനുള്ളത് സ്റ്റാർട്ട് ചെയ്തോളൂ. അതുപോലെ കോൺസെപ്റ്റുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇപ്പോൾ കോൺസെപ്റ്റ് കവർ ചെയ്തിട്ടുള്ളവർ പ്രാക്ടീസ് സെഷൻസ് അതുപോലെ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഒഫീഷ്യലി ഡിക്ലെയർഡ് അല്ല. അപ്പോൾ നമുക്കൊരു ഒരു ഡേറ്റ്, ഒരു എൻഡ് ഡേറ്റ് പോലെ നമുക്ക് വെച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പഠനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യണം, നമ്മളൊരു ടാർഗറ്റ് വെക്കില്ലേ, ഇത്ര മാർക്കിന് നമ്മൾ സ്കോർ ചെയ്യണം എന്നുള്ളൊരു ടാർഗറ്റ് നമുക്ക് ഉണ്ടാവില്ലേ. അപ്പോൾ അത് നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉദ്ദേശിച്ചത് കഴിഞ്ഞ എപ്പോഴാണോ നമുക്ക് RRB ഗ്രൂപ്പ് ഡി വിളിച്ചിട്ടുള്ളത് ആ ടൈമിലുള്ള ആ പരീക്ഷയുടെ കട്ട് ഓഫ് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു കട്ട് ഓഫ് അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻട്രിയിലെ പുതിയ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് RRB ലാസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രൂപ്പ് ഡിയുടെ എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നത് 2019 എക്സാം ഏകദേശം നടക്കുന്നത് 21-22 ആ ഒരു ടൈമിലാണ് നമുക്ക് എക്സാംസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സാമിന് എത്രയൊക്കെയാണ് നമ്മുടെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. നോക്കിക്കേ, ഇതിൽ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അതായത് 2025 ഈ ഒരു RRBയിൽ വിളിച്ചിട്ടുള്ള ടോട്ടൽ വേക്കൻസീസ് എന്ന് പറയുന്നത് 32,438 ഓക്കെ. അപ്പോൾ നമുക്ക് 2019 എത്രയായിരിക്കും വിളിച്ചിട്ടുണ്ടായിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 23 എൻഡ് ചെയ്ത് മാർച്ച് 1 കറക്ഷൻ ഡേറ്റ് മാർച്ച് 4 തൊട്ട് 13 വരെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കെല്ലാം അറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഡേറ്റ്സ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മുടെ 2019 വിളിച്ചിട്ടുള്ള ടോട്ടൽ വേക്കൻസീസ് എത്രയായിരുന്നു? ആദ്യം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 35,000 മേലെ 40,000 മേലെ നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടി 1 lakh പ്ലസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ വേക്കൻസീസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ ഫോം ഫില്ലപ്പ് ആണ് നടന്നിട്ടുണ്ടായിരുന്നത് 1 കോടിക്ക് മേലെ. 1.3 അപ്രോക്സിമേറ്റ്ലി പറയുന്നത്. 1.3 കോടിക്ക് മേലെയാണ് ടോട്ടൽ ഫോം ഫില്ലപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സീറ്റിന്, അതായത് പെർ സീറ്റ് കോമ്പറ്റീഷൻ, ഒരു സീറ്റിൽ എത്ര പേര് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു? അപ്രോക്സിമേറ്റ്ലി 130 പേരാണ് കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 1 ലക്ഷത്തിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ നീണ്ട ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് ശേഷം നമുക്ക് വീണ്ടും 32,438 വേക്കൻസിയോട് കൂടി നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയും വേക്കൻസീസ് ഇൻക്രീസ് ചെയ്തുകൂടാ, അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പഠനം കറക്റ്റായിട്ട് കൊണ്ടുപോവാം. അപ്പോൾ ഈ 1 ലക്ഷം വേക്കൻസിയിൽ എത്രയായിരുന്നു വന്ന് ഓരോ സോൺ വൈസ് കട്ട് ഓഫ് നമുക്ക് ജസ്റ്റ് നോക്കാം. ആ സോൺ വൈസ് അനുസരിച്ചിട്ട് ആ ഒരു കട്ട് ഓഫ് പ്രകാരം ഇപ്പോൾ നിങ്ങൾ ടാർഗറ്റ് ഇടുക. നമുക്ക് എക്സാം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് കട്ട് ഓഫ്സ് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരു ടാർഗറ്റ്, ഒരു മാർക്കിട്ട് നിങ്ങളത് പഠിക്കുക. അതിന് മേലെ നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പഠനം കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് എന്തായാലും ആ സോണൽ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം അജ്മറിലെ, അതായത് അജ്മർ ഡിവിഷനിൽ വരുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ യു ആർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഓപ്പൺ 97.45 ആണ്. അതായത് നമുക്ക് നോർമലൈസ്ഡ് പല ഷിഫ്റ്റുകളിലാണ് പരീക്ഷ നടന്നത്. അപ്പം ഷിഫ്റ്റുകൾ കൂടുന്നതനുസരിച്ച് അത് ഡിഫിക്കൽട്ടി ലെവലൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ നോർമലൈസേഷൻ അവിടെ നടക്കുന്നത്. അപ്പോൾ നോർമലൈസ്ഡ് മാർക്ക് അവിടെ വന്നിട്ടുള്ളത് 68.3 ആണ് അവിടുത്തെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്, URൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഇനി SC ആണെങ്കിൽ 54, ST ആണെങ്കിൽ 54, OBC ആണെങ്കിൽ 61, EWS ആണെങ്കിൽ 48. ഇനി ഇത് എക്സ് സർവീസിൻ്റെ കാര്യങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമാണ് ഞാനവിടെ പറഞ്ഞത്. URൻ്റെ ആണെങ്കിൽ 68 ആയിരുന്നു അജ്മറിലെ കട്ട് ഓഫ്. ഇനി അലഹബാദിലെ കട്ട് ഓഫ് ആണെങ്കിലോ, അലഹബാദിലെ ആണെങ്കിൽ 66 ആയിരുന്നു URന് അല്ലേ. എത്രയാണ്? 66. SCക്ക് വരുമ്പോൾ 52, STക്ക് 35, OBCക്ക് 59, EWSന് 48. നോർമലൈസ്ഡ് മാർക്സ് ആണ് പറയുന്നത് കേട്ടോ. CBT 1 CBT നമുക്ക് ഒറ്റ പരീക്ഷയുള്ളൂ, അതിൽ നോർമലൈസ്ഡ് മാർക്സ് ആണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ബിലസ്പൂർ നോക്കി. ബിലസ്പൂർ ഡിവിഷനിലാണെങ്കിൽ 60 മാർക്കായിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. URൻ്റെ കട്ട് ഓഫ് 60, 50, SC ST 42, OBC 57,
EWS 40. ഇനി അഹമ്മദാബാദ് ആണെങ്കിലോ UR ആണെങ്കിൽ 62, SC ആണെങ്കിൽ 50, ST 49, OBC 58, EWS 51. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എന്താണ് കട്ട് ഓഫിൻ്റെ റേഞ്ച് നോക്കിയാൽ മതി. എങ്ങനെയാണ് 68, 60, വീണ്ടും 60, 62. അപ്പം ആ ഒരു 70-നും 70-നും ഇടയിലാണ് നമ്മൾ നോക്കിയ 4 ഡിവിഷൻസിലും URൻ്റെ കട്ട് ഓഫ് നിൽക്കുന്നത്. നെക്സ്റ്റ് ഭുവനേശ്വർ ആണെങ്കിൽ അവിടെ 66 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് URന്. പിന്നെ 49 SC, 44 ST, OBC 58, EWS 48. അപ്പം നമുക്ക് ഈ പറയുന്ന ബാക്കി കാറ്റഗറി എല്ലാം എന്തായാലും URനെക്കാട്ടിലും കുറവായിരിക്കും കട്ട് ഓഫ് വരുന്നത് കേട്ടോ. ഇനി എന്താണ് ഇവിടെ കൊൽക്കത്ത വരുമ്പോഴേക്കും അവിടെ 69 വന്നിട്ടുണ്ട്. 69, 58, 48, 65, 50. അപ്പം ഇവിടെ 69. കുറച്ചും കൂടി നമുക്ക് എന്താണ് കൊൽക്കത്ത ഏരിയാസൊക്കെ കുറച്ചും കൂടി നമുക്ക് കോമ്പറ്റീഷൻ കൂടുതലുള്ള ഏരിയാസാണ്. അതുപോലെ ചെന്നൈ. അപ്പോൾ നമ്മുടെ ഈ ഡിവിഷൻസിൽ, അതായത് നമ്മുടെ സദേൺ ഡിവിഷനിൽ വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 4 അല്ലെങ്കിൽ 5 ഡിവിഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ചെന്നൈ ആണ്, പിന്നെ ഒന്ന് ബംഗളൂരു ഉണ്ട്, പിന്നെ സെക്കന്ദരാബാദ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഡിവിഷൻസ് മാത്രമേ നമുക്ക് ഉള്ളൂ. അപ്പോൾ അതിൽ ചെന്നൈയിൽ വരുമ്പോൾ 60 ആയിരുന്നു അന്നത്തെ കട്ട് ഓഫ്, 60. ഇനി ചണ്ഡീഗഡ് വരുമ്പോഴത്തേക്കും അവിടെ 70 ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 70 ആണല്ലേ. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് നമുക്കിവിടെ URന് വന്നിട്ടുള്ളത് 70 ആണ്. അത് ചണ്ഡീഗഡിലാണ് വന്നിട്ടുള്ളത്. ഗുവാഹട്ടിയിലാണെങ്കിൽ 60 ആണ്, അവിടെയും നമുക്ക് URൻ്റെ കട്ട് ഓഫ് വരുന്നത്. നെക്സ്റ്റ് ഭോപ്പാലിനാണെങ്കിൽ 65 ആണ് കട്ട് ഓഫ് വരുന്നത്. ഗോരഖ്പൂർ ആണെങ്കിൽ 69 ആണ് കട്ട് ഓഫ് വരുന്നത്, 69. അപ്പോൾ 69, 70 അത് നമുക്ക് 2-3 സോൺ വൈസ് നമുക്ക് ആ ഒരു കട്ട് ഓഫ് വരുന്നുണ്ട്. 69, 70 ആ ഒരു എന്താണ് റേഞ്ചിൽ. ഓക്കെ, ഇനി പാട്നയാണെങ്കിൽ 66 ആണ് അവിടെ കട്ട് ഓഫ് വരിക, 66.2 പാട്നയാണെങ്കിൽ. നെക്സ്റ്റ് 64 മുംബൈ. അപ്പോൾ മുംബൈയൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളാണ് മുംബൈ, കൊൽക്കത്ത എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മുംബൈയിൽ 64 ആണ്, റാഞ്ചിയിൽ 70 വന്നു. കണ്ടോ, ഇതിൽ നമുക്ക് 70, ചണ്ഡീഗഡിൽ മാത്രമല്ല റാഞ്ചിയിലും നമുക്ക് 70 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. നെക്സ്റ്റിന് സെക്കന്ദരാബാദിൽ 57 ആണ് നോർമലൈസ്ഡ് കട്ട് ഓഫ്. അപ്പം നമുക്ക് ഇത്രയും സോണാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വന്നിട്ടുള്ളത്. അപ്പം ആ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നോക്കിക്കേ, കട്ട് ഓഫ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, URൻ്റെ കട്ട് ഓഫ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ലാസ്റ്റ് ഏറ്റവും മിനിമം വന്നിട്ടുള്ളത് ഏതെല്ലാം സെക്കന്ദരാബാദാണ്, അവിടെ 57 ആണ് വന്നിട്ടുള്ളത്. പിന്നെ 60, 66, 65, 64, പിന്നെ 69, 70. അതായത് ഒരു 57-നും 70-നും ഇടയിലാണ് നമുക്ക് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അന്ന് 1,00,000 വേക്കൻസീസ് ആണ്. ഓരോ ഡിവിഷൻ അനുസരിച്ച് വേക്കൻസി വരും കേട്ടോ, ഓരോ ഡിവിഷൻ അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിൽ വേക്കൻസി കുറയുന്നതിനനുസരിച്ച് അവിടുത്തെ കട്ട് ഓഫ് കൂടിയാണ് വരുന്നത്. വേക്കൻസി കൂടുതലുള്ളിടത്ത് കട്ട് ഓഫ് അവർ മാക്സിമം ആളെ കയറ്റുന്ന രീതിയിൽ, അതായത് നമുക്ക് എത്ര ആളെയാണോ വേണ്ടത് അതിൻ്റെ 3 ഇരട്ടി ആൾക്കാരെയാണ് അവർ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സായ PT, അതായത് പെറ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത് ഒരു ഇത്ര പേരാണല്ലോ, അപ്പോൾ അടുത്ത ഇത്രയും പേരെ അവർ എലിമിനേറ്റ് ചെയ്ത് കളയുക. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു 57-നും 70-നും ഇടയിലാണ് ഈ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ RRB ഗ്രൂപ്പ് ഡിയുടെ കട്ട് ഓഫ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇനി ഈ വർഷം നമുക്ക് എത്ര ടാർഗറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും മെയിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 32,000 പ്ലസ് വേക്കൻസീസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. 32,000 പ്ലസ് വേക്കൻസീസ് ആണ്. അപ്പോൾ വേക്കൻസി ഞാൻ പറഞ്ഞു, വേക്കൻസി കുറയുന്നതിനനുസരിച്ച് നമ്മുടെ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും, കട്ട് ഓഫ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കും ആണല്ലോ. കട്ട് ഓഫ് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ 32,000 പ്ലസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വേക്കൻസിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജോബ് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ 80 to 85 മാർക്സിന് മേലെ നമ്മൾ സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കണം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 80-85 മാർക്കിന് മേലെ സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിക്കുക. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ GK ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ. ഇപ്പോൾ നമുക്കറിയാം മാത്സ് ആണെങ്കിൽ 25 മാർക്ക്, സയൻസ് 25 മാർക്ക്, റീസണിങ് 30 മാർക്ക്, GK 20 മാർക്ക്. അങ്ങനെ ടോട്ടൽ നമുക്ക് 100 മാർക്കിനാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ മാത്സ്
25 നിങ്ങൾ 22+ എങ്കിലും സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കോൺസെപ്റ്റുകൾ, അതുപോലെ പ്രാക്ടീസ് സെഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. കൂടാതെ 25 ജനറൽ സയൻസ് ആണ്. സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് ആണ്. 10 വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നന്നായിട്ട് പഠിക്കാമെങ്കിൽ ആ 25 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. പോട്ടെ, 25 മാർക്ക് നിങ്ങൾ മേടിക്കേണ്ട, ഒരു 20+ എങ്കിലും നിങ്ങൾ മേടിക്കാൻ വേണ്ടി ശ്രമിക്കൂ. 20+ എങ്കിലും നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി നോക്കൂ. ഇനി നോക്കിക്കേ, റീസണിങ് എന്ന് പറഞ്ഞാൽ ഏതൊരു പരീക്ഷയിലും മാർക്ക് സ്കോറിംഗ് ആയിട്ട് വരുന്ന, അതായത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ് ഏരിയ ആണ് റീസണിങ് എന്ന് പറയുന്നത്. നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് ഒരുവിധം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ തരുന്ന ഒരു പാർട്ടാണ് റീസണിങ്. അപ്പോൾ അത് നമ്മൾ 30ക്ക് 30 എങ്കിലും നമ്മൾ വാങ്ങിക്കുക. അല്ലെങ്കിൽ ഒരു 25+ ഒക്കെ കുറവാണ്, അതിനെക്കാട്ടിലും കൂടുതൽ മേടിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. RRB ഗ്രൂപ്പ് ഡിയിൽ വരുന്ന റീസണിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരമൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന റീസണിങ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി പോട്ടെ, നമ്മുടെ ഈ കഴിഞ്ഞ RRB JE, അതുപോലെ RRB ALP ടെക്നീഷ്യൻ പരീക്ഷകളിൽ റീസണിങ് ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾ പഠിച്ചാൽ മതി. അതും നമുക്ക് വളരെ ഈസി ആയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതേ രീതിക്ക് തന്നെയാണ്, അതിനെക്കാട്ടിലും നമുക്ക് ലെവൽ എന്താണ് കുറഞ്ഞതാണ്, ലെവൽ 1 പോസ്റ്റാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കവിടെ റീസണിങ് 30 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് അവിടെ റീസണിങ് പേപ്പർ വരിക. പിന്നെ ജനറൽ നോളജ് ഓരോരുത്തരെ എന്താണ് ആ ഒരു പഠനത്തിൻ്റെ കേപ്പബിലിറ്റി അനുസരിച്ചിരിക്കും. ചിലർക്ക് ഇക്കണോമിക്സ് നല്ല സ്ട്രോങ് ആയിരിക്കും, ചിലർക്ക് പൊളിറ്റി സ്ട്രോങ് ആയിരിക്കും, ചിലർക്ക് ഹിസ്റ്ററി സ്ട്രോങ് ആയിരിക്കും. നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ഒക്കെ വളരെ ക്ലിയർ ആക്കി പോവുക. പിന്നെ നിങ്ങൾക്ക് വീക്ക് ഏരിയാസ് വരുന്നത് നിങ്ങളുടെ സ്ട്രോങ്ങിനോടൊപ്പം തന്നെ നിങ്ങളത് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് അത് അപ്പാക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ GK നമുക്കൊരു 15+ നമ്മൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് ഡെയിലി ഡേ ടു ഡേ വരുന്ന കറണ്ട് അഫയേഴ്സ് കറക്റ്റായിട്ട് നോക്കുക. ഇൻ്റർനാഷണൽ ലെവൽ, നാഷണൽ ലെവൽ കറണ്ട് അഫയേഴ്സ് വളരെ ക്ലിയർ ആയിട്ട് നോക്കുക. കൂടാതെ സ്റ്റാറ്റിക് GK, അതായത് സ്റ്റാറ്റിക് അവയർനെസ്സും വളരെ ക്ലിയർ ആയിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 22 മിനിമം ഞാൻ 22 ആണ് സ്കോർ ചെയ്തത്. ഇവിടെ 20 ആണെങ്കിൽ അവിടെ 42 ആയി. 42 ഇവിടെ നമ്മൾ 30 ആണെങ്കിൽ 72 ആയി അല്ലേ. അപ്പോഴും നമുക്ക് 72 മാർക്സ് ആയി. പിന്നെ ഒരു 10 മാർക്കും കൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 82 മാർക്കായി ഇല്ലേ. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ വെച്ച് പഠിക്കണം. അപ്പോൾ 80-ന് മേലെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് കട്ട് ഓഫ് പറയാൻ സാധിക്കില്ല. 80+ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ കോൺസെപ്റ്റുകൾ, ഇപ്പോൾ ഇത്രയും നാളായി നമ്മൾ റെയിൽവേ എക്സാംസിന് വേണ്ടി പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നിങ്ങളിപ്പോൾ കോൺസെപ്റ്റുകൾ കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആക്കി കാണും എല്ലാത്തിൻ്റെയും. പിന്നെ റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കാണും. റിവിഷൻസ് മാത്രമല്ല, അതിൻ്റെ കൂടെ പ്രാക്ടീസ് സെഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകണം. പിന്നെ മോക്ക് ടെസ്റ്റുകളും. ഇത് ഇത്രയും നിങ്ങൾ പെർഫെക്റ്റ് ആണ്. PYQs നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 80+ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എൻട്രിയുടെ കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. RRBയുടെ കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനകത്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, അതായത് നമുക്കിപ്പം റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാവും. കൂടാതെ 1500-ൽ പരം റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. 1,00,000-ൽ പരം നിങ്ങൾക്ക് എന്താ പറയുക പ്രാക്ടീസ് സെഷനുകൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഡ്യുവൽ മെൻറ്റർഷിപ്പ് കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്റ്റ് നമ്പറിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എൻക്വയറി ഇപ്പം കോൺടാക്റ്റ് ചെയ്യാൻ, അതായത് ത്രൂ ഫോൺ നമ്പർ വഴി കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്യുക, കണക്ട് ചെയ്തോളും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോൺ നമ്പർ നിങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾ എഴുതിയെടുത്തേക്ക് എൻക്വയറി നടത്തുക. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. RRB ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് NTPC ഗ്രൂപ്പ് ഡി. അതൊരിക്കലും എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് പോവാത്ത രീതിയിൽ നിങ്ങളത് പഠനമെല്ലാം കാര്യമായിട്ട് സെറ്റ് ചെയ്തോളൂ. ഇപ്പോൾ NTPCക്ക് നിങ്ങൾ പ്രിപ്പറേഷൻസ് നന്നായിട്ട് നടത്തി വരുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RRB ഗ്രൂപ്പ് ഡി സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ചും കൂടി എന്താണ് ബേസിക് ആയിട്ടുള്ള കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് തന്നെ പോവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കട്ട് ഓഫ് ഡീറ്റെയിൽസിനകത്ത് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.